നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പട്ടികളുടെ സ്വൈര്യവിഹാരം നമ്മൾ തടസ്സപ്പെടുത്താൻ വേണ്ടി പോകണം. അതായത് ഇതിൻ്റെ കുറുകെ നേരെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും പട്ടികൾ നിർത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന പലക ഉണ്ടോ, ഇതേപോലെ പറക്കിയിട്ടിട്ട് നമ്മൾ നേരെ പകുതി വെച്ച് അടിച്ചിട്ട് അതിന് ഡോറൊക്കെ കൊടുത്തിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഭാഗത്ത് വീട്ടുകാർക്ക് ചെടിയും പൂക്കളും കായ്കളൊക്കെ നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്നത് രണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. തെങ്ങിൻ്റെ പലകയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. തെങ്ങിൻ്റെ പലകം കടിച്ച് പെട്ടെന്ന് കളയില്ല, മനസ്സിലായില്ലേ? വായിക്കാത്ത ആല് കൊള്ളുന്നതുകൊണ്ട് പെട്ടെന്ന് കടിച്ച് കളയില്ല ഇവന്മാർ. ബാക്കി പലക കാണുന്നതിൽ പെട്ടെന്ന് കടിച്ച് നശിപ്പിച്ച് കളയാം. തെങ്ങിൻ്റെ പട്ടികളായതുകൊണ്ടേ മനസ്സിലായി, നല്ല കട്ടിയാണ്. അത്യാവശ്യം മിറ്റിയ തെങ്ങിൻ്റെ തടി നോക്കി എടുത്ത് മനസ്സിലായില്ല, അതുകൊണ്ട് ആണി അടിച്ചാൽ പെട്ടെന്ന് കയറില്ല. ഇത് ജാക്കി, ഇവനെ നല്ല ചീത്തപ്പേരാണ്. കുറേ പേര് ചോദിച്ചു ജാക്കി ഇവിടെ കാണിക്കുന്നില്ലല്ലോ, ഒരു വീഡിയോയിലും കാണുന്നില്ലല്ലോ, പണ്ട് കാലൊടിഞ്ഞ ശേഷം കാണിക്കുന്നില്ല. എങ്ങനെ കാണിക്കും? പൂപ്പി പൊന്ന്, പൂപ്പി പൊന്ന് ജാക്കി, ജാക്കി ഉണ്ട് പൊന്നുണ്ട്. പൊന്ന് പാവം, പൂപ്പി പൊന്നും പാവം, ജാക്കി പൊന്നും പാവം. തറയിൽ പാടയിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ എടുത്ത് ചരിച്ച് വെക്കുന്ന പരിപാടിയാണ്. താഴെ അമ്മ കിടന്ന് ഉറങ്ങുന്നു. ഇവിടെ ചുറ്റിലും അടിക്കുമ്പോൾ താഴെ നിന്ന് കയറുന്ന ചീത്ത വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. അതായത് പോടാ, അങ്ങനെയല്ല അതൊക്കെ കൊട്ടറ, എന്തോന്ന് ബഹളമാണ്, വീട് പൊളിച്ചിടോ എന്നൊക്കെ ചോദിക്കും. തരല്ലേ ഇല്ലാന്നുണ്ടെങ്കിലേ ഉമ്മാര് വലിച്ചു കീറി കടിച്ച് പിന്നെ ഒരു ബഹളം ഇല്ല, മൊത്തം ചവിട്ടി കീറി കളയും. അതാണ് നമ്മൾ വലുതായിട്ട് ഫുഡ് എടുക്കുന്നത്. അതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട് ബോഡിയിലെ, ചെറിയൊരു തടി കുറവ് കാണുന്നു. വാലിൻ്റെ രോമൊക്കെ കൊഴിഞ്ഞ് കുറേ. രണ്ട് തടികൾ വന്ന് പരസ്പരം ചേരുന്ന ആ ഒരു സ്ഥലത്തില്ലേ, ആ സ്ഥലത്ത് നമ്മൾ ഈ കാണുന്ന അടിയിൽ മറ്റൊരു പട്ടിയൽ ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കാണുന്ന പോലെ ആണി അടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായി? എന്നാൽ മാത്രമേ കറക്റ്റ് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നുള്ളൂ. പൊന്നി എന്നെ വേണം പൊന്നേ, അവര് പൊന്നാണ്, രണ്ട് പിള്ളേരും പൊന്നാണേ. ഈ ഒരു അകലത്തിലാണ് നമ്മൾ അപ്പുറത്തേക്ക് പട്ടി മറികടന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാരിക്കേഡ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തല അകത്തോടി പുറത്തിടാൻ പറ്റും, അതുപോലെ ഈസിയായിട്ട് തിരിച്ചെടുക്കാനും പറ്റും. പക്ഷേ ബോഡി അങ്ങോട്ട് പാസ് ചെയ്ത് പോകില്ല. അതുപോലെ തല കയറിയാലും ഇറുകിയാൽ തിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഒരു അകലം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എന്താ അവിടെ ഒരു പലക അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 10 അണിയിൽ കൂടുതൽ പോയി. അതായത് 2-3 തെറിച്ച് പോയി. ബാക്കിയുള്ള ഈ കാണുന്ന കയറാതെ വളഞ്ഞ് പോയി. സാധാരണഗതിയിൽ തെങ്ങിൻ്റെ പട്ടിയിലടിക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഇതുപോലെ അടിക്കാറുള്ളത്. നമ്മൾ വെള്ളത്തിൽ കുതിർത്തില്ല, അതുകൊണ്ട് കുറേ ആണ് ഇഷ്ടംപോലെ ആണി വളഞ്ഞു പോയിട്ടുണ്ട്. ഇതെന്താ പറയും എന്ത് പൊത്തേ അവിടെ പൊന്നില്ല, പൊന്നെ ആരാണിത്? കാഴ്ച കാണുന്നു ജാക്കിയെ, കാഴ്ച കാണുന്നു. എങ്ങനെയുണ്ട് ഈ പ്രകൃതി? ഇവിടെ ഇപ്പം കാണാൻ ഏകദേശം ഒരു റെയിൽവേ ട്രാക്ക്, അത്രയ്ക്കൊന്നും ഇല്ല, നല്ല നീളമുണ്ട്. എങ്ങനെ നല്ല സൗണ്ട് കാണാൻ. ഈ ഒരു കൂടിന് ഇത് നല്ലപോലെ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കൂടില്ലേ ഭയങ്കരമായി നശിച്ച് പോകും, 1 മാസത്തിനകം ചീഞ്ഞ് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടിന് യാതൊരു കുഴപ്പവും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല, മനസ്സിലായില്ലേ? നല്ലപോലെ നനയുന്നുണ്ട് കൂട്. അതായത് ഞാൻ വെള്ളം കോരി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്, മൊത്തമായിട്ട് വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. ചൂട് സമയത്ത് ഇവർക്ക് നനയാൻ വേണ്ടിയിട്ട് കൂട് മൊത്തം ഞാൻ നനയ്ക്കുന്നുണ്ട്, എപ്പോഴും നനയ്ക്കുന്നുണ്ട്, എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട്, മനസ്സിലായി? 2-3 തവണ കൂട് മൊത്തമായിട്ട് നനയ്ക്കുന്നുണ്ട്, തറ ഫുള്ള് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നുണ്ട്, അടിയിൽ ചെളിയായിട്ട് കിടക്കുന്നില്ല. ചവിട്ടി ഇപ്പോൾ ചെളിയായതാണ്, അല്ലെങ്കിൽ വേറെ കുഴപ്പമില്ലായിരുന്നു, മനസ്സിലായി? ഇവിടെ നിന്നിട്ട് ഇവന്മാർ അവിടെ പോയി വായി നോക്കും, റോഡിൽ കൂടി പോകണവരെ അവിടെ പോയി വായി നോക്കിക്കൊണ്ടിരിക്കും. നല്ല രസമല്ലേ? ഒന്നടവിട്ട് പട്ടിയിലടിക്കാൻ വേണ്ടി പോകണം, മനസ്സിലായില്ലേ? ഇത്രയും പട്ടിയിലും കൂടെ വാങ്ങിയത് കെട്ടാൻ വേണ്ടിയിട്ട് ഒരാവശ്യമില്ലായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, ശരിക്കും തെങ്ങും പട്ടിയിൽ മാത്രം മതിയായിരുന്നു.
എന്തായാലും വാങ്ങിയ സ്ഥിതിക്ക് അതും കൂടി നമുക്ക് ഇടയ്ക്ക് അവിടെ ആയിട്ട് അടിച്ച് കയറ്റി കൊടുക്കാം, മനസ്സിലായില്ലേ? ബാ അതുവരെ എത്തൂല, അങ്ങോട്ട് കാണിച്ചോട്. എന്താ അത്രയും ദൂരത്തിലോട്ട് നമ്മുടെ വയർ എത്തൂല, മനസ്സിലല്ലേ? അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അളന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് ആഞ്ഞെടുത്തിട്ട് അടുത്ത പലക എടുത്ത് ഇവിടെ കൊണ്ട് അളന്നിട്ട് അവിടെ കൊണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നത്, മനസ്സിലല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തോട്ടോ. ഇതാ നമ്മുടെ ചുറ്റലില്ലേ, ചുറ്റലിൻ്റെ ഈ ഭാഗമുണ്ട്, അടി കൊള്ളുന്ന ഭാഗമുണ്ട്, ഉരുണ്ടിരിക്കുന്നത്, റൗണ്ടായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അടി കൊള്ളുമ്പം സ്ലിപ്പായി പോകുന്നത്. അതുകൊണ്ടാണ് കൂടുതലാണ് ഈ വളഞ്ഞു പോയത്. കാണുന്ന പോലെ നമ്മുടെ പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നിവർത്തി വെക്കണം, അതിനുശേഷം ഡോർ വെക്കണം, സ്റ്റാൻഡ് അടിക്കണം, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് നിവർത്തി വയ്ക്കാം, മനസ്സിലായില്ലേ? നമ്മൾ കൂടിന്റെ ഡോർ അടഞ്ഞു പോയിണ്ട്, ടെൻഷൻ, ജാക്കിക്കും പൂപ്പിക്കും ടെൻഷൻ. കാണുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പട്ടിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒറ്റ ബലത്തിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അടിച്ചത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ അറിയാമോ, നമ്മൾ അകത്തോട്ട് കയറുമ്പോഴേ ഇങ്ങനെ കുനിഞ്ഞ് കയറേണ്ടി വരും, അപ്പൊ ഇത് നമ്മുടെ തലയിൽ തട്ടും, ഈ കാണുന്നത് നമ്മുടെ തലയിൽ തട്ടും. അപ്പോൾ അത് നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് നേരെ ഡോറ് തുറന്നിട്ട് നേരെ അകത്തോട്ട് കയറി പോകണം, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അടി ഇങ്ങനകത്ത് കയറ്റിട്ട് അറുത്തെടു. പതുക്കെ വെപ്പളൊന്നും കാണിക്കണ്ട, പതുക്കെ അങ്ങറ്റം വരെ വലിച്ചു വിട്. അങ്ങനെ വിട്. ഇവിടെ വായി നോക്കാൻ പോകണോ, ഇവിടെ വായി നോക്കാൻ പോകണോ, എടാ ഇക്ക് വേണം വായി നോക്കാൻ പോടാ. കോളേജ് പിള്ളേർക്ക് ഇവരൊക്കെ ഇതൊരു വഴിയടക്കാൻ വയ്യ. അതുകൊണ്ട് വായി നോക്കണ പോയിന്നിട്ട് ബാക്കി ആര് പോയാലും കുറയ്ക്കും, പെൺപിള്ളേർ പോയി കഴിഞ്ഞാൽ കുറയ്ക്കില്ല. ഇനി വരേണ്ട, ആള് പോയ ശേഷം ഇങ്ങ് വരും, പിള്ളേരെ പോയ ശേഷം ഇങ്ങ് വരും. എനിക്കിതിൽ പങ്കില്ല, ജാക്കിക്ക് മാത്രമേ പങ്കുള്ളൂ. കട്ട് ചെയ്ത് പഠിക്കുന്നതാണ്, മിക്കവാറും തെങ്ങിൻ്റെ പട്ടിയിലാണ് കയ്യിൽ കയറുന്നത്. ഓരോരോ മുട്ടുകളില്ലേ, തൂണുകൾ ഈ കാണുന്ന പോലെ നമ്മൾ അടിച്ച് ബലപ്പിച്ചെടുക്കണം, എന്നാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ പിടിച്ച് നിൽക്കുള്ളൂ, മനസ്സിലായില്ലേ? ഇതൊക്കെ ആരടി കണ്ട, ഇതുപോലെ മുട്ടില്ലേ, മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നമ്മുടെ ഡോറിന്റെ ആ ഒരു ഷേപ്പ് ഇതാണ്, ഇത്രയും ഗ്യാപ്പ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കും, മനസ്സിലായില്ലേ? തന്നെ ഒരുങ്ങും. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ഇതിന്റെ തല നോക്ക്, അതിന്റെ ഓട്ടം നോക്ക്, പോ എവിടുന്ന്. എങ്ങാനും കുരുങ്ങിയ കൈ എങ്ങാനും ഇട്ടതാക്കിയാലേ ഉള്ളൂ, തലയില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ഇനി ഇതിൽ മറ്റേ വിജാവിരി അടയ്ക്കാനും തുറക്കാനുള്ള സാധനം, പിന്നെ കുറ്റിയിടാനുള്ള സാധനം, കുറ്റിയുടെ കൊളുത്ത്, അതൊക്കെ വെക്കണം, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ മെനക്കെട്ട പരിപാടിയാണ്, നമുക്ക് എന്തായാലും അതും കൂടെ വയ്ക്കാം. അവസാനം മറ്റേ സ്ക്രൂ തിരികെയാണ് വെക്കുന്നത്. സ്ക്രൂ തിരുവാൻ ഭയങ്കര പാടാണ്, മനസ്സിലായി? ഒരുപാട് സമയം അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ആണി അടിച്ച് വെക്കണം, മനസ്സിലായില്ലേ? ഇതേപോലെ തുറന്നുണ്ട്, ഇത്രയും തുറന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം പൂർത്തിയായിട്ട് ടെറസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി, മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ അതിനകത്ത് കയറ്റണം, മനസ്സിലായി? അകത്ത് കയറ്റി പൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല, മനസ്സിലായില്ലേ? എൻ്റെ പുറകെ വരി പൂപ്പിക്കേ എടുത്തിട്ടോ നീ. ഹായ്, ഡൗട്ട് പൂപ്പിക്ക് മനസ്സിലായി. അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ തുറക്കില്ല, പൂപ്പിക്കറിയാം. 2 ലോക്കുണ്ട്, അതായത് പുറത്ത് നിന്ന് താഴത്തെ ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഈ 2 ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആശാമാരിനകത്ത് സേഫാണ്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് എന്തായാലും വരില്ല, ചാടിക്കിടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്യാപ്പിനിടയിലൂടെ ഒന്നും അങ്ങോട്ട് വരില്ല, മനസ്സിലായില്ലേ? ആളുള്ള സമയത്ത് നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ തുറന്നു വിടും, മനസ്സിലായില്ലേ? ഇല്ലാത്ത സമയത്ത് ഈ കാണുന്ന പകുതിക്കകത്ത് കിടന്നുള്ള ഓട്ടവും ചാട്ടമൊക്കെ ആയിരിക്കും. അവിടെ മൊത്തം ചെടി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ആ ഒരു ഭാഗത്ത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കുറേ ഭാഗത്ത് ചെടിയും മറ്റേ പച്ചക്കറിയും മറ്റൊക്കെ നടാനുള്ള ഒരു ഉദ്ദേശത്തിൽ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറമ്പിൽ പോയാൽ അവിടുത്തെ പട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇമ്മാതിരി കുറേ
ഇതൊക്കെ എവിടെ നിന്ന് പറഞ്ഞാൽ ഈ സമയമാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കാണുന്ന സാധനം 2 സ്പെക്റ്റായിട്ട് അടിച്ചത് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല. എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ പ്രത്യേകം ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ഗുഡ് ബൈ മനസ്സിലായി. നമ്മളിത് വീഡിയോ ചെയ്യാനുള്ള പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല പണിയാണ്. 2-3 ദിവസത്തിൻ്റെ പുറകെ കിടക്കായിരുന്നു. 2-3 കുറച്ച് ദിവസത്തിൻ്റെ പുറകെ കിടക്കായിരുന്നു. അത്യാവശ്യം പണിയാണ് മനസ്സിലായി. കാണുമ്പോൾ സിമ്പിളായിട്ട് ഒറ്റ പലകയും അടിച്ച് വെച്ചിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല പണിയാണെന്ന് വെച്ചാൽ തടി ചുമക്കണം, തടി അറുത്ത് കൊണ്ടുവരണം, തടി മില്ലിൽ പോയി തടി അറുത്ത് കൊണ്ടുവരണം, വണ്ടിയിൽ നിന്ന് ഇറക്കണം, വണ്ടിയിൽ കയറ്റണം, ഇവിടെ കൊണ്ടുവരണം, ഇവിടെ ടെറസിൻ്റെ മണ്ടയിൽ കയറ്റണം, ആണി അടിക്കണം, പട്ടിയിലടിക്കണം, പട്ടിയിൽ അളവെടുക്കണം, മിഷൻ വെച്ച് കട്ട് ചെയ്യണം, ഇങ്ങനെ കടിച്ച് എല്ലാം പറക്കി നേരം എല്ലാം ചെയ്തൊക്കെ വരുമ്പോൾ നേരം വിളിക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പണിയെടുത്തുകൊണ്ട് മാത്രം കാണിച്ചു. മറ്റൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. അവിടെ കടി അപ്പോൾ അവരുടെ പാടാണ്. അപ്പോൾ നമ്മൾ ടെറസിന് മുകളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ തുറന്നു വിടും മനസ്സിലായി. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വരുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ തുറന്ന് ഓട്ടിക്കും, ചാടിക്കും, ഓട്ടിക്കും, ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഒക്കെ ഉള്ള സെറ്റപ്പ് കൊണ്ട് വിടാം മനസ്സിലായില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വേറെ വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. ഹായ്. തളർന്നു പോയി ജാക്കിയെ. പാവ ജാക്കി തളർന്നു പോയി. ഉപ്പി ഉപ്പി പൊന്നാണ്. അല്ല 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 പിള്ളേര്